ഹായ് ഓൾ. അപ്പോൾ നമ്മുടെ ബേസിൽ ജോസഫ്, അതേപോലെ സജിൻ ഗോപു, ലിജോ മോൾ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി നവാഗത സംവിധായകനായ ജ്യോതിഷ് ശങ്കർ സംവിധാനം ചെയ്ത പൊന്മാൻ എന്ന് പറയുന്ന സിനിമയുടെ വിശേഷങ്ങൾ റിവ്യൂ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. പൊന്മാൻ എന്ന് പറയുന്ന ചിത്രം യാതൊരുവിധ ഹൈപ്പോ പ്രൊമോഷനോ അങ്ങനെ ഒന്നും ഉണ്ടാവാതെ സാധാരണ രീതിയിൽ റിലീസ് ചെയ്തൊരു സിനിമയാണ്. ബേസിൽ എന്ന് പറയുന്ന ആൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ ആ സിനിമ ഫസ്റ്റ് ഡേ തന്നെ പോകാൻ ഇതായത്. ആൻഡ് പ്രീ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ വളരെയധികം കുറവായിട്ടാണ് ഞാൻ കണ്ടത്. പക്ഷേ ഞാൻ അന്നേ ദിവസം റിലീസായ ദിവസം രാത്രി 10 മണിക്ക് ഷോയ്ക്ക് പോകുമ്പോൾ തിയേറ്ററിൽ ആൾമോസ്റ്റ് ഹൗസ്ഫുള്ളായിരുന്നു. ഫ്രണ്ട് റോസിൽ എന്തോ മാത്രമേ സീറ്റ് വേക്കൻ്റ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ആൻഡ് ഒരു ചെറിയ സിനിമയാണ്, കൊച്ചു സിനിമയാണ്. പക്ഷേ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് വളരെയധികം സാറ്റിസ്ഫൈ ചെയ്ത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് പൊന്മാൻ എന്ന് പറയുന്നത്. അത് ആ ടൈറ്റിലിൽ തന്നെ ആ സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട കണ്ടൻറ്റ് അവർ റിവീൽ ചെയ്യുന്നുണ്ട്. പൊൻ മാൻ, അതായത് പൊന്നെന്ന് പറയുന്ന സ്വർണ്ണ മനുഷ്യൻ അല്ലെങ്കിൽ സ്വർണം കൊണ്ട് ജീവിക്കുന്ന മനുഷ്യൻ, അങ്ങനെയൊക്കെ ഒരു അർത്ഥം നമുക്ക് അതിൽ നിന്ന് ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ സിനിമ തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ബേസിക്കലി കൊല്ലം എന്ന് പറയുന്ന സ്ഥലത്തെ കാണിച്ചുകൊണ്ട് കൊല്ലത്തിൻ്റെ ഒരു പിന്നെ കൊല്ലത്തെ പ്രധാനപ്പെട്ട കടകളും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കൊല്ലം ടൗണിലുള്ള, ഇപ്പോൾ ഞാനൊരു കൊല്ലംകാരനാണ് ബേസിക്കലി. അപ്പം പാർവതി മിൽസ്, അടച്ചു പൂട്ടി കിടക്കുന്ന പാർവതി മിൽസ്, അതേപോലെ കൊല്ലത്ത് തഴുകുന്ന കാറ്റിനും മട്ടൻ്റെ മണമുണ്ടെന്ന് പറയുന്ന ഫയൽവാൻ ഹോട്ടൽ അടക്കം ഈ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തൊരു പാട്ടിലൂടെയാണ് തുടങ്ങുന്നത്. അപ്പോൾ എനിക്ക് പേഴ്സണലി ആ പാട്ട് വളരെയധികം ഇഷ്ടപ്പെട്ടു, അതിൻ്റെ അകത്തെ ഷോട്ടും കാര്യങ്ങളൊക്കെ. ആൻഡ് ദെൻ പതുക്കെ സ്ലോയിൽ സിനിമ ബിൽഡ് ചെയ്ത് നമ്മളെ ഭയങ്കര എൻഗേജിങ് ആക്കിയിട്ടാണ് സിനിമ എൻഡ് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് ഹാഫ് തീരുന്നത് നമ്മൾ അറിയുന്നില്ല ബേസിക്കലി. അത് കഴിഞ്ഞിട്ട് സിനിമ പെട്ടെന്ന് തീർന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതായത് 2 മണിക്കൂർ 7 മിനിറ്റാണ് സിനിമയുടെ ഡ്യൂറേഷൻ. അത്രയും നേരം എന്നെ പേഴ്സണലി വളരെ നല്ല രീതിയിൽ എൻഗേജ് ചെയ്ത് സിനിമ കൊണ്ടുപോയി. ഇതാണ് ഔട്ട് ആൻഡ് ഔട്ട് കോമഡി പടമല്ല. ബേസിൽ സിനിമകൾ എന്ന് പറയുമ്പോൾ പൊതുവെ ആൾക്കാർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ഫുൾ കോമഡിയാണ്. അങ്ങനെയല്ല. ഇതിൽ കോമഡി ഉണ്ട്, ആവശ്യത്തിന് കോമഡികളുണ്ട്. പക്ഷേ സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത്. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട ഒരു വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു പുതിയ കൺസെപ്റ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് കൊല്ലത്തെ സ്ഥലങ്ങളിൽ നിലനിൽക്കുന്ന ഒരു സംഭവമാണ് ഇതെന്നാണ് ഇതിൽ പറയുന്നത്. ഞാനത് പേഴ്സണലി കൊല്ലംകാരനാണെങ്കിലും ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ദ സബ്ജക്റ്റ് ഈസ് ഗുഡ്. ഇതൊരു നോവലിനെ സിനിമയാക്കിയതാണെന്നും ഞാൻ കണ്ടു. നോവൽ ഞാൻ വായിച്ചിട്ടില്ല, പക്ഷേ നോവലിനെ സിനിമയാക്കിയതാണെന്നും ഞാൻ അറിഞ്ഞു. അപ്പം അതിൻ്റെ റൈറ്റേഴ്സ് GR ഇന്ദു ഗോപൻ, അതേപോലെ എന്തോ ജസ്റ്റിൻ മാത്യു, ഇവർ രണ്ടുപേരുമാണ് ഈ സിനിമയുടെ റൈറ്റേഴ്സ്. എക്സലൻറ്റ് റൈറ്റിംഗ്, എക്സലൻറ്റ് സ്ക്രീൻ പ്ലേ, ഒന്നും പറയാനില്ല, അടിപൊളിയായിട്ടുണ്ട്. സ്ക്രീൻ പ്ലേ വളരെ നല്ല രീതിയിൽ ആ ഡയറക്ടർ ഡയറക്റ്റ് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. ഓരോ സീൻ ബൈ സീൻ നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ലൊരു രസമാണ്. അതായത് ഒരു സിമ്പിളി മൂവി ഇങ്ങനെ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോവുകയാണ്, അല്ലാതെ വലിയ ഹൈപ്പോ കാര്യങ്ങളോ ഒന്നും ഞാൻ തരുന്നില്ല. എനിക്ക് പേഴ്സണലി കണ്ടപ്പോൾ എനിക്ക് വളരെ ആ ഒരു ഒഴുക്കിലിങ്ങനെ ഒരു വേവ്സ് പോകുന്ന പോലെ വേവിലിങ്ങനെ ഫ്ലോയിൽ അങ്ങോട്ട് സിനിമ പോയി. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ അകത്തെ പെർഫോമൻസസ് ആണ്. ഞാൻ പറഞ്ഞു ബേസിലിൻ്റെ കാര്യം ഞാൻ പറയേണ്ട, ആൾറെഡി പുള്ളി പ്രൂവൺ ആണ്. പക്ഷേ പുള്ളിയുടെ ടിപ്പിക്കൽ സാധാരണ ചെയ്തു വരുന്ന ബേസിൽ ക്യാരക്ടേഴ്സ് പോലെയല്ല ഇതിൻ്റെ അകത്ത്. ഒരു വ്യത്യസ്തതയാർന്ന ചെറിയ കോമഡീസ് ഉണ്ട്. പക്ഷേ ആ മനുഷ്യൻ്റെ യഥാർത്ഥ ബാക്ക് സ്റ്റോറി എന്താണ്, ജീവിതം എന്താണെന്നൊക്കെ ഉള്ളത് പിന്നീട് അതിൽ കാണിക്കുന്നുണ്ട്. അപ്പം അത് കാണുമ്പോഴത്തേക്ക് നമുക്ക് കൺവിൻസ് ആവും വാട്ട് ബേസിലീസ്, അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത് കൺവിൻസ് ആവും. അപ്പം ഒരു നോട്ട് ഓൺലി ഒരു കോമഡി പറയുന്ന ആളല്ല, പക്ഷേ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു റോളാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതേപോലെ ബേസിൽ ഇതിൻ്റെ അത് ഇടയ്ക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് ആ ഒരു ഉപദേശം കൊടുക്കുന്ന ഒരു സീനുണ്ട്, അതൊക്കെ എക്സലൻ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ അത് പുള്ളി പറയുന്ന കറക്റ്റ് കാര്യമാണ്, അത് നമ്മൾ ലൈഫിൽ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ എടുത്ത് പറയേണ്ടത് സജിൻ ഗോപു എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടി വരുന്നത് ആവേശത്തിലെ അമ്പാനായിരിക്കും. പക്ഷേ അതിന് മുമ്പ് പുള്ളി ചുരുളി എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഒരു ക്യാരക്ടർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വേറൊരു വേർഷൻ, അതായത് ഒരു എക്സ്ട്രീം വയലൻറ്റ് വേർഷനാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. പക്ഷേ ഒരിക്കലും നമുക്ക് സജിൻ ഗോപുവിൻ്റെ ക്യാരക്ടർ ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ട് ഇതിൽ പിക്ചറൈസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം സജിൻ ഗോപു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സിറ്റുവേഷൻസ് അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കൊണ്ട് നെഗറ്റീവ് ആവേണ്ടി വരുന്ന ഒരു ക്യാരക്ടറാണ്. അതായത് പുള്ളിയുടേതായ എത്തിക്സും കാര്യങ്ങളും ഉണ്ട്. അറ്റ് ദ സെയിം ടൈം പുള്ളിക്ക് ഹീസ് ഫോഴ്സ്ഡ് ടു ഡു ദീസ് ആൻഡ് ദീസ് തിങ്സ്. എന്താണെന്ന് ഞാൻ പറയുന്നില്ല, സിനിമ സ്പോയിലറായി പോകും. ആ സിനിമയുടെ ആസ്വാദനത്തെ അത് അഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട്. അപ്പം സജിൻ ഗോപു വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. വളരെ നമുക്കെന്താ പറയുക, ആ ഒരു റോള് കണ്ടതോട് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, സജിൻ ഗോപു എന്ന് പറയുന്ന വരും വർഷങ്ങളിൽ മലയാളം ഇൻഡസ്ട്രിയിൽ ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ കേപ്പബിളുള്ള, അല്ലെങ്കിൽ ഒരുപാട് നല്ല ക്യാരക്ടേഴ്സിനെ നമുക്ക് തരും. നല്ലൊരു ഉയർച്ച അദ്ദേഹത്തിന് ഉണ്ടാവുമെന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നു. അത്രയും നല്ല രീതിയിൽ പുള്ളി പെർഫോം ചെയ്തിട്ടുണ്ട്. അതിൽ എടുത്ത് പറയേണ്ട അടുത്ത ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ലിജോ
ലിജോ മോളാണ്. ലിജോ മോൾ ഇതിൻ്റെ അകത്തൊരു കാര്യം പറയുന്നുണ്ട്, ബേസിലിൻ്റെ അടുത്ത് നീ പുളുത്തും എന്ന് പറയുന്നുണ്ട്. അതായത് ഞങ്ങൾ കൊല്ലംകാർ പണ്ട് സ്കൂളിൽ ഞങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളോട് പറയുന്നത് പുളുത്തും പുളുത്തും എന്നുള്ളത്. അപ്പോൾ അതായത് കൊല്ലത്തെ ഒരു ലോക്കൽ സ്ലാങ് ആയിട്ട് ഞാൻ എനിക്ക് എൻ്റെ ഓർമ്മയിലുണ്ട്. അപ്പോൾ അത് വീണ്ടും കേട്ടപ്പോൾ എനിക്ക് ആ പഴയ കാലങ്ങളൊക്കെ ഓർമ്മ വന്നു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ബേസിക് ലോക്കൽ ലാംഗ്വേജിൽ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഡയലോഗ്സ്, വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള ഡയലോഗ്സ് ഇല്ല, പക്ഷേ അടിപൊളി ഡയലോഗ്സാണ്. ഡയലോഗ്സൊക്കെ എഴുതിയേക്കുന്ന ആൾ അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ട്. ആ സിമ്പിൾ ഡയലോഗ്സ് നല്ല സിമ്പിളായിട്ടുള്ള രീതിയിൽ ഡെലിവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ലിജോ മോൾ. വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നീട് ഇതിൻ്റെ അകത്ത് ഒരുപാട് പേര് ഇതിൽ ഒരു സന്ധ്യ രാജേന്ദ്രൻ, ഞാൻ ആ ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു അമ്മയുടെ റോളാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഇത് ആരാണ് എന്ന് പറഞ്ഞ് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴാണ് പുള്ളിക്കാരി ചില്ലറ കാര്യമൊന്നുമല്ല, ഒരുപാട് അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ്. സ്റ്റേറ്റ് അവാർഡ്സും മറ്റും പിന്നെ നാടകത്തിൻ്റെയൊക്കെ അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് പിന്നെ പെർഫോമൻസിൽ വ്യക്തമാണ്. അത്രയ്ക്കും കിട്ടില്ലാനായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒരുപാട് ചെറിയ ചെറിയ റോളുകൾ, പിന്നെ ബ്രൂണോ, അതായത് ഈ പറഞ്ഞ ലിജോ മോളുടെ പിന്നെ ചേട്ടനായിട്ട് വരുന്ന ആണ് ബ്രൂണോ എന്ന് പറയുന്ന ക്യാരക്ടർ. ആ പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയെ നമുക്ക് 2 എണ്ണം കൊടുക്കാൻ തോന്നും. അതേപോലെ കൊല്ലം എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക, LDF തീരദേശത്തോ LDFിൻ്റെ സ്വാധീനവും അവിടുത്തെ LDFിൻ്റെ ആൾക്കാരുടെ ഒരു ഇത് പാർട്ടി ഓഫീസും കാര്യങ്ങളൊക്കെ, അതായത് ഇപ്പോഴും ആ പഴയ പാർട്ടി ഓഫീസും കാര്യങ്ങളൊക്കെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അത് അതേപോലെ ആ സിനിമയിൽ ആർട്ട് ടീമും ഈ എഡിറ്റിംഗ് ടീമൊക്കെ അതേപോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതും നല്ലൊരു വിഷ്വൽ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെയ്തേക്കുന്നത് ജസ്റ്റിനാണ്. ഞാൻ കഴിഞ്ഞ സ്കൈ ഫോഴ്സിൽ ജസ്റ്റിനാണ് ചെയ്തത്. അപ്പോൾ ജസ്റ്റിൻ ഒരുപാട് സിനിമകൾ ചെയ്യുന്നുണ്ട്, വളരെ നല്ല രീതിയിൽ നമ്മളെ പിടിച്ചിരുത്തുന്നുണ്ട്. ഞാൻ ഡോൾബി അറ്റ്മോസിലാണ് ഞാൻ ഈ സിനിമ കണ്ടത്. അപ്പോൾ എനിക്ക് വളരെ നല്ലൊരു ഓഡിയോ എഫക്റ്റ് ആയിരുന്നു. ഇതിൻ്റെ സൗണ്ട് ഡിസൈനിങ് ഒക്കെ ചെയ്തേക്കുന്നത് എക്സലൻ്റ് ആണ്. ഞാൻ ഇപ്പോഴും പറയുന്നത് ഇതൊരു വളരെ വലിയൊരു ക്യാൻവാസിലെടുത്ത സിനിമയല്ല, ഒരു ചെറിയ സിനിമയാണ്. ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഫീൽ ഗുഡ് സിനിമ, ഒരു നല്ലൊരു സോഷ്യൽ മെസ്സേജ് കൺവേ ചെയ്യുന്ന നല്ല ഒരു പുതിയ കൺസെപ്റ്റ് നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു ചെറിയ സിനിമ. പക്ഷേ ആ ചെറിയ സിനിമയിൽ ഓരോ ഈച്ച് ആൻഡ് എവറി എലമെൻറ്റ്സും വളരെ ഫൈൻ ട്യൂൺ ചെയ്ത് വളരെ എന്താ പറയുക ഫിനിഷിങ്ങോട് കൂടി നമ്മളിലേക്ക് ഡെലിവർ ചെയ്തിട്ടുണ്ട്. അപ്പം നെഗറ്റീവ്സ് പറയാനായിട്ട് എനിക്ക് തീരെ എന്താ പറയുക, സിനിമയുടെ ഡ്യൂറേഷൻ ചിലപ്പം വളരെ കുറഞ്ഞു പോയി എന്നുള്ളതായിരിക്കും ഒരു നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്യുക. അതല്ലാതെ എനിക്കിതിൽ വലുതായിട്ടൊരു നെഗറ്റീവ്സ് കൂടി പറയാനില്ല. അത്രയ്ക്ക് നല്ലോണം ഈ സിനിമ ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഡയറക്ടർ ജ്യോതിഷ് എന്ന് പറയുന്ന ആൾ ഒരു നവാഗതൻ, എന്തോ ആർട്ട് ഡയറക്ഷനൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ സിനിമയിലേക്ക് ഫസ്റ്റ് കാലെടുത്ത് വയ്ക്കണം. പക്ഷേ അതൊന്നും ഒരു ബാരിയർ അല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ ഇത് ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി. സിനിമ തീരുമ്പോൾ ഒരു നല്ല മോറൽ അവർ കൺവേ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള നല്ലൊരു സിനിമയാണ്. പിന്നെ ഇതിൻ്റെ അകത്തെ ക്യാരക്ടേഴ്സിൻ്റെ പേരുകൾ അത് നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഇപ്പോൾ മരിയാനോ, പിന്നെ ബ്രൂണോ, അതേപോലെ സ്റ്റെഫി. അപ്പോൾ ഇത് ഒരു സ്പോർട്സ് താരങ്ങളുടെ പേരുകളൊക്കെയാണ് കൂടുതലും കൊടുത്തേക്കുന്നത്. അതും സ്ട്രേഞ്ച് ആണെങ്കിലും പിന്നെ ഇതിൻ്റെ അകത്ത് ഈ ഒരു ഡെമോഗ്രഫി, സിനിമ ചെയ്തേക്കുന്ന സ്ഥലങ്ങൾ, ഇപ്പം കൊല്ലത്തെത്തി കടപ്പുറം സൈഡുകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തങ്കശ്ശേരി അങ്ങനത്തെ സൈഡുകളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പേര് വേറെയാണ്. പിന്നെ അതേപോലെ ഈ പറഞ്ഞ ലിജോ മോളിനെ കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്നത് ഒരു മൺട്രോ തുരുത്ത് എന്നൊക്കെ പറഞ്ഞ് കൊല്ലത്ത് നമ്മൾ ട്രെയിനിലൊക്കെ പോകുന്ന സമയത്ത് കാണാൻ പറ്റും. അതായത് വെള്ളത്താൽ ചുറ്റപ്പെട്ട് മറ്റേ ഐലൻഡ് പോലെ കാണപ്പെടുന്ന സ്ഥലങ്ങൾ. അപ്പോൾ വള്ളം തുഴഞ്ഞു പോകുന്നതും അതൊക്കെ നല്ല കറക്റ്റ് ടോപ്പോഗ്രഫി കറക്റ്റായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു 1 വർഷം മുന്നേ എന്തോ ഷൂട്ടിങ്, ഞാൻ ബേസിലിനെ വേറൊരു ആവശ്യമായിട്ട് ഒരു കോളേജിൻ്റെ ഇനോഗ്രേഷൻ്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വിളിക്കുമ്പോൾ ആൾ ഈ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിൽ കൊല്ലത്തായിരുന്നു ഉള്ളത്. അപ്പോൾ കൊല്ലത്ത് ആ ഒരു നാട്ടുമ്പുറത്തും എല്ലാം ഷൂട്ട് ചെയ്ത സിനിമയാണ്. നമ്മൾ പലപ്പോഴും പോയിട്ടുള്ള പല പല സ്ഥലങ്ങളും ആ സിനിമയിൽ കാണുന്നുണ്ട്. അപ്പോൾ അത് അടിപൊളിയായിട്ട് അത് ചെയ്തു വെച്ചിട്ടുണ്ട്, എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ നടക്കുന്ന ഈ പെരുന്നാളും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് അതിൽ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, മൊത്തത്തിൽ വളരെ ഒരു എൻഗേജിങ് ആയിട്ടുള്ള, എനിക്ക് പേഴ്സണലി എൻ്റെ 2025 ജനുവരി മാസത്തിൽ അവസാനം ഞാൻ കണ്ട സിനിമ ഇതാണ്. അപ്പം വളരെ നല്ലൊരു ആയിരുന്നു. സ്റ്റാർട്ട് ഞാൻ കണ്ടത് റൈഫിൾ ക്ലബ്ബാണ്. എനിക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അറ്റ് ദ സെയിം ടൈം ഈ മാസം അവസാനം ഞാൻ കണ്ടത് ഈ സിനിമയാണ്. എനിക്ക് ഈ മാസം വളരെ സിനിമ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ എനിക്ക് വളരെ സന്തോഷവും വളരെ നല്ല ഒരു മാസമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. ആൻഡ് ബേസിലിനോടുള്ള വിശ്വാസം ഓരോ സിനിമ കൂടുന്തോറും കൂടി വരികയാണ്. പുള്ളി വളരെ വേഴ്സറ്റൈൽ ആയിട്ടുള്ള, വളരെ വെറൈറ്റീസ് ആയിട്ടുള്ള, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ടിപ്പിക്കൽ ബേസിൽ എങ്ങനെയാണോ ഡയലോഗ് ഡെലിവറി ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണോ ചെയ്യുന്നത് അതിനപ്പുറത്തേക്ക് നിന്നുകൊണ്ട് ഒരു വെറൈറ്റി ക്യാരക്ടറാണ്. നമ്മളെ പ്രഡിക്ഷൻസിനെയൊക്കെ തെറ്റിച്ചുകൊണ്ടുള്ള ഒരു പെർഫോമൻസാണ് ഈ സിനിമയിൽ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഫസ്റ്റ്
ഹാഫിൽ നമുക്ക് ബേസിലിന് 2 കൊടുത്താലോ എന്ന്, ഇവന് കണ്ണിച്ചോര ഇല്ലേ എന്ന് തോന്നിക്കുന്നിടത്ത് നിന്ന് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ എന്താണ് തൻ്റെ അവസ്ഥ, അല്ലെങ്കിൽ താൻ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് വളരെ നല്ല രീതിയിൽ ഇവർ ഈ ടീം ഡെലിവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ ഞാനിതിൽ എനിക്ക് പേരുകൾ ഇപ്പോൾ ചിലരുടെ അറിയാത്തതുകൊണ്ട് ഞാനിവിടെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഞാൻ എല്ലാവരും പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഓവറോൾ ദിസ് ഈസ് എ ഗുഡ് വാച്ചബിൾ മൂവി. തിയേറ്ററിൽ പോയി കണ്ടാൽ നിങ്ങൾക്ക് നിരാശ വരത്തില്ല. എസ്പെഷ്യലി ഇപ്പം ഈ മാസം ഒരു നല്ല സിനിമ കാണണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് ഈ സിനിമ തരുമെന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നു. ആൻഡ് ഇറ്റ്സ് എ ഗുഡ് മൂവി ടു വാച്ച് ആൻഡ് വർത്ത് വാച്ച് ആണ്. എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാൻ നല്ലോണം എൻജോയ് ചെയ്തു. താങ്ക് യു.